ഹായ് ഹലോ അസ്സാം വലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് റെഡിയാക്കുന്നത് നമ്മുടെ മാങ്ങ വെച്ചിട്ടാണ്. മാങ്ങയും നമ്മുടെ സേമിയയില്ലേ, സേമിയയും ചവ്വരിയും വെച്ചിട്ടുള്ളൊരു നല്ലൊരു കിഡില റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. 5 സ്പൂൺ ചവ്വരി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 3/4 വേവാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. റോസ്റ്റഡ് സേമിയയാണ്, അതുപോലെ നല്ല നേരിയ സേമിയാണ്. സേമിയ ഇപ്പോൾ ഇത് ഏതിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മളും സാധാ പായസം വയ്ക്കുന്ന ഇച്ചിരി കൂടെ കട്ടിയുള്ളതില്ല, അതിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചവ്വരി സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അരിപ്പയിലോട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മാങ്ങയുടെ ഒരു കഷ്ണം മാങ്ങയുണ്ടല്ലോ, അതാ ഈ ഒരു കഷ്ണം മാങ്ങ ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിൽ വയ്ക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇച്ചിരി സ്വല്പം വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ടാണ്. ഇങ്ങനെ മാങ്ങ 2 സൈസിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ സ്വല്പം വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല തണുത്തിട്ടുള്ള 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ അടിച്ച സമയത്ത് അതും കൂടെ പഞ്ചസാര ഇട്ട് അടിച്ചു കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതിയാകും. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി സേമിയയില്ല, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഈത്തപ്പഴമില്ലേ, ഈത്തപ്പഴം ചെറിയ പീസുകളാക്കി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസില്ലേ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആദ്യം, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അധികം തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്താലും മതിയാകും. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.